ഹായ് ഓൾ. ആൽഫ അക്കാഡമി ആൻഡ് ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലെ ബയോളജി ടീച്ചറാണ് ഞാൻ. പേര് ശ്രീവിദ്യ. ഇത് നമ്മുടെ പ്രിയപ്പെട്ട കെമിസ്ട്രി മിസ്സാണ്. പേര് പ്രിയ. മിസ്സേ, ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും തന്നെ നീറ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ട് തകൃതിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, റിവിഷൻ ഫേസാണ്. അതിൻ്റെ ഇടയിൽ ഈ കുഞ്ഞുങ്ങൾ ജെഇയുടെ കെമിസ്ട്രിയും ഫിസിക്സും മുന്നിട്ട് കണ്ടുകൊണ്ട് ജെഇക്ക് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ ജെഇ എക്സാം എഴുതുന്നത് കൊണ്ട് അല്ലെങ്കിൽ അതിന് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് നീറ്റ് എക്സാമിനേഷൻ അവർക്കത് ഹെൽപ്ഫുൾ ആയിരിക്കുമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു കെമിസ്ട്രി പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുവാണെങ്കിൽ, ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ഞാനൊന്ന് ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് പറയുവാണെങ്കിൽ, കെമിസ്ട്രി നമ്മൾ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്താണ് +1 +2 സ്റ്റുഡൻസിനെ പഠിക്കാനുള്ളത്. ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ട്, ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്, ഇൻഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്. അപ്പൊ ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്നത് പ്യുവർലി പ്രോബ്ലം ബേസ്ഡ് ആണ് മിസ്സേ. പക്ഷേ അത് ഒരു ജെഇ സ്റ്റുഡൻ്റ് എന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും ന്യൂമറിക്കൽ പ്രോബ്ലംസിനാണ് പ്രയോറിറ്റി കൂടുതൽ വരിക. അപ്പോൾ കുട്ടികളുടെ ആ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് നല്ലോണം ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഒരു പ്രോബ്ലം ജെഇക്ക് ഒരു ഹയർ ലെവലിൽ വരുമ്പോൾ അതിൻ്റെ ഒരു മീഡിയം റേഞ്ചിലാണ് ആ ക്വസ്റ്റ്യൻ തന്നെ നീറ്റിന് പ്രസന്റബിൾ ആവുള്ളൂ. പക്ഷെ ആ ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽ അക്വയർ ചെയ്യുന്ന ഒരു കുട്ടിക്ക് നീറ്റിൽ ആ പ്രോബ്ലം നിഷ്പ്രയാസം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ജെഇക്ക് അപ്പിയർ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. ഓക്കെ. അപ്പം ഈ ശരിക്കും ഈ നീറ്റിന്റെ ഒരു കെമിസ്ട്രി ലെവൽ ഓഫ് ക്വസ്റ്റ്യനിങ് നമ്മളിപ്പോൾ 2025 എക്സാംസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഫിസിക്സ് നീറ്റിന് ജെഇ ലെവലിനെക്കാളും കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് കൂടിയ ക്വസ്റ്റ്യൻസ് ആണ് എന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ശരിക്കും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് അത്രയും ഡിഫിക്കൽട്ടി ലെവലിലേക്ക് പോയിട്ടുണ്ടോ? കമ്പാരിറ്റീവ്ലി നീറ്റിന് കഴിഞ്ഞ 2025 നീറ്റിന് ബയോളജി ആൻഡ് ഫിസിക്സ് വെച്ച് നോക്കുമ്പോൾ ഒരു ആശ്വാസം കുട്ടികൾക്ക് തോന്നിയത് കെമിസ്ട്രിയിലാണ്. പക്ഷെ അതൊരു റിലീഫ് മാത്രമാണ്. ഡിഫിക്കൽറ്റി ലെവല് കുറഞ്ഞു എന്നതിന് അർത്ഥമില്ല. ക്വസ്റ്റ്യൻസ് എല്ലാം പ്യുവർലി NCERT ബേസ്ഡ് ആയിരുന്നു എങ്കിൽ പോലും അത് ചോദിച്ചത് ഒരു ട്വിസ്റ്റഡ് മാനറിലാണ്. അപ്പൊ ഇത്രയും ഒരു പാനിക്നെസിന്റെ ഇടയിൽ ഈ ക്വസ്റ്റ്യൻ കാണുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കെമിസ്ട്രി വാസ് ക്വൈറ്റ് ഡിഫിക്കൽട്ട് അറ്റ് ഓൾ. അതിന് കാരണം ക്വസ്റ്റ്യൻ കൺസ്ട്രക്ട് ചെയ്ത ആ കൺസ്ട്രക്ഷൻ ഫോർമാറ്റ് ആണ്. എന്നാൽ ജെഇ ലെവലിന്റെ അത്രയും അത് ഹയർ ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ അത് പ്രസന്റ് ചെയ്ത രീതിക്ക് മാറ്റം വന്നു. അപ്പൊ മിസ്സേ, ശരിക്കും ജെഇയെ മുന്നിട്ട് കൊണ്ട് തന്നെ അത്രയും പ്രിപ്പയർ ചെയ്തിട്ട് കെമിസ്ട്രിക്ക് കുട്ടികൾ ഈ ഒരു ജെഇ എക്സാമിനേഷന് പോകേണ്ടതായിട്ടുണ്ടോ? അതോ ജസ്റ്റ് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് കാണുന്നു, അതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യും, അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടി പോയാൽ മതിയോ? അതോ ശരിക്കും കുട്ടികൾ നല്ലോണം പ്രിപ്പയർ ചെയ്ത് തന്നെ പോകണം? മിസ് ഉദ്ദേശിക്കുന്ന നീറ്റ് സ്റ്റുഡൻസിന്റെ കാര്യം തീർച്ചയായിട്ടും അതിന്റെ ഡബിൾ ബെനിഫിറ്റ് ആണ്. ഒന്നെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കൽ കെമിസ്ട്രി എടുക്കുവാണെങ്കിൽ പ്രോബ്ലം സോൾവിങ് സ്കില്ല് കൂടും. ഓർഗാനിക് കെമിസ്ട്രി എടുക്കുവാണെങ്കിൽ ജെഇ സ്റ്റുഡൻറ്റിന് അതിൻ്റെ മെക്കാനിസം സഹിതം വേണം. അപ്പോൾ അതേ ക്വസ്റ്റ്യൻ മെക്കാനിസം സഹിതം പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുന്ന ഒരു നീറ്റ് സ്റ്റുഡൻറ്റിന് നീറ്റിന് വരുന്ന പ്രോബ്ലംസ് ക്വൈറ്റ് സിമ്പിൾ ആണ്, അല്ലേ? പിന്നെ മറ്റൊരു കാര്യം പറയുവാണെങ്കിൽ വേറൊരു ഐ ഓപ്പണർ എന്ന് പറഞ്ഞാൽ, ഒരു നീറ്റ് ആസ്പിറന്റ് വളരെ കർക്കശമായും സിസ്റ്റമാറ്റിക് ആയിട്ടും ഫിസിക്സും കെമിസ്ട്രിയും, ഇപ്പൊ ഞാൻ എൻ്റെ സബ്ജക്റ്റിൽ നിന്നുകൊണ്ട് കെമിസ്ട്രി പറയുവാണെങ്കിൽ ജെഇക്കുള്ള ക്വസ്റ്റ്യൻസ് ആ കുട്ടി പ്രിപ്പയർ ചെയ്താൽ, ആൻഡ് ഇഫ് ഹി ഓർ ഷീ ഈസ് ഏബിൾ ടു സ്കോർ എ ഗുഡ് സ്കോർ ഫോർ ജെഇ ഫോർ ബോത്ത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ടുഗെദർ, അതായത് ആ കുട്ടിക്ക് മാത്തമാറ്റിക്സ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു 170 അബവ് സ്കോർ വരുവാണെങ്കിൽ ഷീ ഈസ് എലിജിബിൾ ഓർ ഹി ഈസ് എലിജിബിൾ ഫോർ ആൻ NIT അഡ്മിഷൻ. അപ്പൊ ഒരു പ്ലാൻ ബി അവിടെ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുകയാണ് ആ കുട്ടിയുടെ ഫ്രണ്ടിൽ. നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയാണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം they are getting a chance. അതായത് ഇപ്പോ നീറ്റ് ആസ്പയറന്റ് ആണ്, മെഡിക്കൽ പ്രൊഫഷൻ ആണ് മുന്നോട്ട് ഡ്രീമെങ്കിലും, ബട്ട് കാര്യമാണ് നമുക്കിപ്പോ അത് അറ്റൈൻ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ജയിലിൽ നമ്മൾ ഇത്രയും മാർക്ക് സ്കോർ ചെയ്തു, റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമില്ല, അങ്ങനെയൊന്നും ഇല്ലാത്ത കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇതൊരു ഓപ്ഷനാണ്. അപ്പൊ എന്തുകൊണ്ടും മസ്റ്റായിട്ട് നിങ്ങൾ എഴുതണം. അത് ഒരിക്കലും ഒരു നഷ്ടമല്ല. നീറ്റിന് നല്ലൊരു സ്കോർ കിട്ടാനും മിസ് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു പ്ലാൻ ബിയിലേക്ക് വേണമെങ്കിൽ ചിന്തിക്കാനുമുള്ള ഒരു ഐ ഓപ്പണറും കൂടെയാണ്. അപ്പോൾ മിസ്സിൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും ഈ നീറ്റ് ആസ്പയറൻസ് എല്ലാവരും തന്നെ
എഴുതണം. അതെ. അപ്പോൾ മിസ്സേ ഇപ്പോൾ ഇത് തന്നെ 2 ഫേസ് ആയിട്ടാണല്ലോ നടക്കുന്നത്. ജാനുവരിയിലും ഉണ്ട്, അതുപോലെ ഏപ്രിലിലും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും എഴുതുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് നല്ലതായിരിക്കും. കാരണം മെയ്ക്ക് മുമ്പ് ഇത്രയും എക്സാംസ് ഒരു NTA നടത്തുന്ന ഈ ഒരു 2 എക്സാം കുട്ടി എഴുതുവാണ്. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടും. അതാണ് ഏറ്റവും പ്രധാനം. കോൺഫിഡൻസ് ലെവൽ വല്ലാതെ വർദ്ധിക്കും മിസ്സേ. അതായത് ആ ഒരു എൻവയോൺമെന്റ് തന്നെ അല്ലേ, ആ ഒരു എക്സാമിനേഷൻ ഇരുന്ന് എഴുതുന്ന ഒരു എൻവയോൺമെന്റ് തന്നെ മുന്നേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുവാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഡോക്ടർ ആയാൽ മതി, ഞാൻ നീറ്റ് മാത്രമാണ് മുന്നിട്ട് കാണുന്നത്, അതുകൊണ്ട് എനിക്ക് JEE കെമിസ്ട്രി ഒന്നും വേണ്ട എന്ന് ചിന്തിക്കുന്ന എന്തെങ്കിലും കുട്ടികൾ ഇത് കാണുവാണെങ്കിൽ മനസ്സിലാക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീറ്റിൻ്റെ കെമിസ്ട്രിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഫിസിക്സിനും നിങ്ങളത് തീർച്ചയായിട്ടും പോയി എഴുതണം അല്ലേ മിസ്? അപ്പൊ എന്താന്ന് വെച്ചാൽ ബയോളജിക്ക് അവർക്ക് ഒരുപാട് സമയം കൂടുതൽ കിട്ടും പഠിക്കാനായിട്ട്. കറക്റ്റ്, അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. ഇപ്പോൾ മിസ് ആയിട്ട് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്യുമ്പോൾ മിസ് ആ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു. കാര്യം JEEക്ക് വേണ്ടി നിങ്ങൾ എന്തായാലും ഫിസിക്സും കെമിസ്ട്രിയും മുന്നേ കൂട്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നീറ്റ് അടുപ്പിച്ച് നിങ്ങൾക്ക് കുറേയേറെ സമയം ബയോളജിക്ക് കിട്ടും. കാരണം നിങ്ങൾ ആ ഫിസിക്സും കെമിസ്ട്രിയും ഓൾറെഡി പക്ക സേഫ് ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ കാരണം ബയോളജിയിൽ ഈ പറഞ്ഞ പോലെ ഓപ്ഷൻസ് ഒക്കെ കൺഫ്യൂസിംഗ് ആയിട്ട് വരുമല്ലോ. ഒരുപാട് പ്രാക്ടീസ് ചെയ്യാൻ കുട്ടികൾക്ക് സമയം കിട്ടും. ബയോളജിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുക തന്നെ വേണം, അതിന് സമയം നമുക്ക് വേണം. അപ്പോൾ എന്തായിരുന്നാലും എല്ലാ കുട്ടികളും പോയിട്ട് JEEയുടെ എക്സാം എഴുതുക. അത് നിങ്ങൾക്ക് ഗുണകരമായിട്ടേ വരുള്ളൂ. ആരും അതിൽ നിന്ന് മാറി നിൽക്കരുതെന്നാണ് മിസ്സിൻ്റെ അഭിപ്രായം. അതെ. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ലതുപോലെ JEEയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ. അതെ, ഞങ്ങളുടെ ആശംസകൾ, തീർച്ചയായിട്ടും പ്രാർത്ഥനകൾ. ഓൾ ദി വെരി ബെസ്റ്റ് ചിൽഡ്രൻ.